Hello, dear students. So we are with the textbook Equip English for Undergraduates. Today we will discuss chapter 18, that is participating in small talk or social conversation. We know what does it mean by small talk or social conversation. എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സംഭാഷണം ഒന്നുകിൽ ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ സോഷ്യൽ ഇന്ററാക്ഷൻ നടത്തണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കൺവെർസേഷൻ, ഒരു സ്മോൾ ടോക്ക്, അതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. പേജ് നമ്പർ 109, പേജ് നമ്പർ 109 എടുക്കുക. 109. സോ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്മോൾ ടോക്ക് ഓർ സോഷ്യൽ കോൺവെർസേഷൻ. Small talk or social conversation refers to communication that primarily serve the purpose of social interaction. So, ഒരു social interaction വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു small talk. Small talk is an informal conversation for its own sake. So, അതൊരു informal conversation ആണ്. ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ല. നമ്മളല്ലേ എന്തിനു വേണ്ടി ഒരു പരിചയം പുതുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്മോൾ ടോക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും രണ്ടാളിങ്ങനെ ഇരിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്ലേസിൽ അപ്പോൾ സമയം പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പറഞ്ഞല്ലേ ഒരു സ്മോൾ ടോക്ക് ഉണ്ടാക്കും. ഇന്ന് ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്മോൾ ടോക്ക് ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. It is a strategy for managing interpersonal relations. So, എന്താണ് ആളുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സമരതന്ത്രം ഒരു തരം ടെക്നിക്കാണ് ഈ സോഷ്യൽ കോൺവെർസേഷൻ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ഇങ്ങനെ ചെയ്യാറുണ്ട്. It takes place all the time between friends, acquaintances, colleagues, strangers traveling together, or participants in a program. So, ഇത് ഈ ഒരു സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് പല അവസരങ്ങളിലും നടക്കാറുണ്ട്. ഫ്രണ്ട്സുകൾ തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ പരിചയക്കാർ അക്വാൻറ്റൻസസ്, അല്ലെങ്കിൽ കൊലീഗ്സ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഓഫീസിലൊക്കെയുള്ള ആൾക്കാരുടെ വന്ന് കുശലം പറയാറുണ്ട്. പിന്നെ എന്താണ്, സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന അവസരത്തിൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന സീറ്റിലുള്ള ആളോട് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയെങ്കിലും ചോദിച്ചെന്ന് വരും. Small talk plays an important role in our professional lives too. So professional lives സ്മോൾ ടോക്കിന് വളരെ പ്രാധാന്യമുണ്ട്. Getting to know our colleagues, what they are doing or what problems they have, helping to being helped by people. All this is achieved through small talk and not through formal interactions. So, എന്ത് ചെയ്യാം നമ്മൾ ഓഫീസിലോ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ സ്മോൾ ടോക്ക് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആളുകളെ മനസ്സിലാക്കാനും അവരുടെ എന്തെങ്കിലും ബോസൊക്കെ ഒരു ഓഫീസിലെ ബോസ് ആണെങ്കിൽ എംപ്ലോയീസിനോട് നല്ല എന്തെങ്കിലും സംസാരിക്കല്ലേ ഫ്രണ്ട്ലി ആയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം ഇതുവഴി പറ്റുന്നതാണ്. സോ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് വെറും ഒരു സില്ലി തിങ് അല്ല, അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സോഷ്യൽ ഇന്ററാക്ഷൻ നിലനിർത്തുക എന്നതിനപ്പുറത്തോട്ട് കുറെ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. Many people find it difficult to engage in a small talk with strangers, particularly if they have to speak in English. So, പലരും എന്ത് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ സ്മോൾ ടോക്കില് തയ്യാറാവാതെ എന്ത് ചെയ്യാറുണ്ട്, അതിൽ നിന്ന് മെല്ലെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട്. Knowing that rules of the game and being mentally prepared are the solutions to gain confidence and master the art of small talk. So, എന്ത് ചെയ്യാം, കുറച്ച് റൂൾസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മെന്റലി പിന്നെ പ്രിപ്പയർ ചെയ്ത് അല്ലെ കുറച്ച് വരികയാണെങ്കിൽ നമുക്ക് അല്ലെ ഭംഗിയായിട്ട് സ്മോൾ ടോക്സിൽ ഇടപെടാൻ പറ്റും. സോ അല്ലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇപ്പോൾ സംസാരിക്കാൻ വിഷയമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കും. സോ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ അല്ലെ വി ക്യാൻ ഈസിലി എൻഗേജ് അല്ലെ ourselves in a small talk and അല്ലെ മെയിൻറ്റെയിൻ a relationship, solve some problems അല്ലെ. നെക്സ്റ്റ് നോക്കി എന്താ കൊടുത്തില്ലെന്ന്. സ്മോൾ ടോക്ക് കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് എക്സ്ചേഞ്ചസ് ദാറ്റ് usually begin with a greeting, move to back and forth exchanges, and then often concludes with the fixed expressions such as see you later, bye, etc. സോ സ്മോൾ ടോക്ക് എന്ത് ചെയ്യും അല്ലെ, ഷോർട്ട് എക്സ്ചേഞ്ചസ് ആണ്. അത് എന്തെങ്കിലും ഗ്രീറ്റിംഗ്സ് അല്ലെ ഹായ് ഹലോ അല്ലെ ഹൗ ആർ യു എന്നൊക്കെ വെച്ച് തുടങ്ങി മെല്ലെ എന്ത് ചെയ്യും അതല്ലേ കണ്ടിന്യൂ ചെയ്യും അല്ലെ. ഇന്ന് ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെ, നേരത്തെ പോലെ വെതർ അല്ലെ, വെതറൊക്കെയാണ് എപ്പോഴും അല്ലെ കോമൺ ആയിട്ട് വരിക സ്മോൾ ടോക്കില്. അല്ലെങ്കിൽ അല്ലേ വല്ല പൊളിറ്റിക്സോ മറ്റോ അല്ലെ. സോ പിന്നെ എന്ത് ചെയ്യും, അത് കൺക്ലൂഡ് ചെയ്യും അല്ലെ സി യു അഗെയിൻ അല്ലെങ്കിൽ ബായ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. സോ അങ്ങനെ ഒരു സ്മോൾ ടോക്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. സോ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ടോക്ക് ഇനീഷ്യേറ്റ് ചെയ്യണം അല്ലെ, തുടങ്ങണം. പിന്നെ അത് തുടങ്ങിയാൽ പോരാ അല്ലെ, അത് സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, നമ്മൾ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ, അത് കണ്ടിന്യൂ ചെയ്യണം. ഇനീഷ്യേറ്റ് ചെയ്തതല്ലേ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയി അവസാനം അല്ല എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യേറ്റിംഗ് എ കോൺവെർസേഷൻ. ഫസ്റ്റ് തിങ് ഈസ് അല്ലെ ഇനീഷ്യേറ്റിംഗ് എ ടോക്ക്. സോ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ പറയും അല്ലെ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടോക്ക് ഇനീഷ്യേറ്റ് ചെയ്യും. സോ അവിടെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാം, നിങ്ങൾ കേട്ടിട്ടല്ലേ വേണ്ടതുപോലെ ചെയ്യുക. സോ ആ ടാസ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ അല്ലെ രണ്ട് കോൺവെർസേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, കോൺവെർസേഷൻ ഫസ്റ്റ് ഈസ് ബിറ്റ്വീൻ ടു co-passengers who are engaged in a small talk to pass time. സോ ഫസ്റ്റ് വൺ അല്ലെ രണ്ട് പാസഞ്ചേഴ്സ് തമ്മിലുള്ളതാണ് അല്ലെ. ഇപ്പൊ അവര് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അല്ലെ സമയം കളയാൻ വേണ്ടി അല്ലെ ഒരു കാഷ്വൽ ടോക്കിൽ ഏർപ്പെടുകയാണ്. സോ ദർ ഈസ് ഓൺലി ഗ്രീറ്റിംഗ് ബട്ട് നോ ഇൻട്രൊഡക്ഷൻസ് അല്ലെ, ജസ്റ്റ് ഗ്രീറ്റിംഗ് ആയല്ലോ, ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല. Participant one initiates the conversation by asking a question. So first one അല്ലെ സെക്കൻഡിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, അങ്ങനെയാണ് ആ ഒരു കൺവെർസേഷൻ അല്ലെ കോൺവെർസേഷൻ പ്രോഗ്രസ് ചെയ്യുന്നത്. Participant second respond and asks a question on the same topic. So സെക്കൻഡ് പാർട്ടിസിപ്പന്റ് എന്ത് ചെയ്യുന്നു അല്ല ആ ഒരു കോൺവെർസേഷൻ അല്ലെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. Conversations with strangers may start with comments on weather, anything related to the surroundings such as the monument, the restaurant or arrival and the departure of trains, etc. അല്ലെ. സോ സ്മോൾ ടോക്ക് എന്ത് ചെയ്യാം, സ്ട്രേഞ്ചേഴ്സും ആയിട്ടാണെങ്കിൽ അല്ലെ വെതർ വെച്ചിട്ട് തുടങ്ങാം അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ ഓ ഇന്ന് ഭയങ്കര മഴ അല്ലെ, മഴ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ ട്രെയിൻ എപ്പോഴാണ് വരിക എന്നറിയോ അല്ലെ എന്നൊക്കെ ചോദിച്ചു നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനി കോൺവെർസേഷൻ സെക്കൻഡ് ഈസ് ബിറ്റ്വീൻ ടു പാർട്ടിസിപ്പൻസ് അറ്റൻഡിങ് എ കോൺഫറൻസ്. ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്ന അല്ലെ രണ്ട് പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് സെക്കൻഡ് വൺ. നേച്ചുറലി ദേ വാണ്ട് ടു നോ അബൌട്ട് ഈച്ച് അതർ. സോ അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. Hence the initiator approaches the other person by greeting and introducing himself. So അല്ലെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെ ഫസ്റ്റ് വൺ വരുന്നത്. The context provides the content of the talk. സോ അല്ലെ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു ട്രാക്കില് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും അല്ലെ, അവരുടെ ആ ഒരു ഫുൾ ഫോം ഉള്ള ആ ഒരു കോൺവെർസേഷൻ. Now take page number 110. 110 എടുക്കുക. See, you can also initiate a conversation by offering a sincere compliment such as wow lovely dress അല്ലെ, റിസീവ്സ് ചെയ്യും അല്ലെ. സോ എന്ത് ചെയ്യാം, വാവ് നല്ല അല്ലേ ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞല്ലേ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ അല്ലെ. എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ഇങ്ങനെയായിരിക്കും അല്ലെ കോൺവെർസേഷൻ തുടങ്ങുക. സോ അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും അല്ലെ. സോ അവര് അതിനെപ്പറ്റി മെല്ലെ പറഞ്ഞു തുടങ്ങും. അങ്ങനെ കോൺവെർസേഷൻ വേറെ ടോപ്പിക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
You may also ask a follow-up question like the question that is, where did you buy it from? സോ ലൈക്ക് എന്നിട്ട് എന്ത് ചെയ്യാം അല്ലെ, അല്ല എവിടുന്നാ നിങ്ങൾ ഇത് വാങ്ങിയത് അല്ലെ ഈ ഡ്രസ്സ് എന്നൊക്കെ നല്ല ചോദിച്ച് അല്ല ആ കോൺവെർസേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാം. ടു സസ്റ്റെയിൻ ദി കോൺവെർസേഷൻ അല്ല അത് വലിച്ചു നീട്ടി കൊണ്ടുപോവാം. So when you come to a pause in a conversation, introduce yourself. So അല്ലെ എന്ത് ചെയ്യാം, ഒരു പോസ് വരുമ്പോ നമുക്കല്ലേ സ്വയം പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ആദ്യമല്ല നല്ല കോംപ്ലിമെന്റ് ഒക്കെ പറഞ്ഞ് തുടങ്ങി അല്ലെ. സോ യു മേ സേ ബൈ ദ വേ മൈ നെയിം ഈസ് അല്ലെ എന്നിട്ട് എന്ത് ചെയ്യാം, ബൈ ദ വേ അല്ലെ ഓക്കെ അതായത് ഞാനല്ലേ എന്ന് പറഞ്ഞ് എന്റെ പേര് എന്ന് പറഞ്ഞ് അല്ല തുടങ്ങാം. അങ്ങനെയല്ല ഇതാണ് ഇങ്ങനെയാണ് എന്ത് ചെയ്യാം ഒരു ടോക്ക് ഇനീഷ്യേറ്റ് ചെയ്യുക അല്ലെ. ഒന്നുകിൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യാം വെതറിനെ പറ്റി തുടങ്ങാം, അല്ലെങ്കിൽ അല്ലെ ട്രെയിൻ എപ്പോൾ വരും പോവും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലേ നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്ന സ്ഥലം ആ ഒരു സ്ഥലത്തിനെ പറ്റി കമന്റ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ. ഈ റെസ്റ്റോറൻറ്റിലല്ലേ വൃത്തി കുറവാണല്ലോ, അല്ലെങ്കിൽ കുറെ നല്ല വൃത്തിയുള്ള റെസ്റ്റോറന്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കല്ലേ തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ഡ്രസ് കോംപ്ലിമെന്റ് ഒക്കെ വെച്ച് തുടങ്ങാം. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടു സസ്റ്റെയിനിങ് ദ കോൺവെർസേഷൻ, അവിടെ ഒരു ടാസ്ക് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യാം. After opening the conversation, the most difficult task many people face is to sustain the conversation. അല്ലെ തുടക്കം ബുദ്ധിമുട്ടുണ്ടാവില്ല, ബട്ട് അതെങ്ങനെ ഇനിയിപ്പോ എന്ത് പറയും എന്നുള്ളതായിരിക്കും പലരുടെയും സംശയം. What could one talk about? While talking to friends and colleagues, it may not be difficult to talk about common interest or the situational context. ഫ്രണ്ട്സിനോടല്ലേ സംസാരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, നമുക്കല്ലേ കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയല്ല പലതും പറഞ്ഞു വരും. ബട്ട് സ്ട്രേഞ്ചേഴ്സിനോട് ആവുമ്പോഴാണ് അല്ലെ പ്രശ്നം. The topics usually one talks about it depends on the relationship between the concerned people. സോ അല്ലെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അനുസരിച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നമ്മൾ ഒരു ചെറു സംഭാഷണങ്ങളിൽ പലപ്പോഴും കൊണ്ടുവരിക. While talking to strangers or casual acquaintances, you may ask about their interest, experiences, or any topic you may be interested in or on which you may have something to say. So അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അല്ലേ ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിച്ച് തുടങ്ങാനായിട്ട്. You may also let the other person know of any interests or experiences that you think you may have in common. സോ അല്ലെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്നും അവരെ അറിയിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ ടോക്കിലൂടെ ശ്രമിക്കാം അല്ലെ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ടോക്ക് അല്ലെ എന്ത് ചെയ്യാം ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. Be prepared to talk about something else if the other person does not respond favorably to the topic you have initiated the conversation on. സോ എന്ത് ചെയ്യാം, കേൾക്കുന്ന ആൾക്ക് നമ്മളല്ലേ പറയുന്നതിൽ അധികം ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നി എന്ത് ചെയ്യാം വേറൊരു ടോപ്പിക്ക് എടുത്തിടണം. അതാണ് അല്ലേ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. Another strategy that can help you decide about the topic is listening actively to the other person. So എന്ത് ചെയ്യാം അല്ലെ അയാൾ പറയുന്നത് കേൾക്കാൻ അല്ലെ വളരെ താല്പര്യമുള്ള പോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ ഇരിക്കാനായിട്ട്. സോ അല്ലെ ഇനി അതും എന്താണ് ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ടെക്നിക്കാണ്. It can provide clues to their interest, feelings or experience. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെ നമുക്ക് എന്ത് പറ്റും അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അല്ലെ അവരുടെ ഫീലിങ്സ് എന്താണ് അല്ലെ അവരുടെ അനുഭവങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവും. സോ അത് വെച്ചല്ലേ നമുക്ക് അതിൽ പിടിച്ചു മെല്ലെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദോസ് അല്ലെ. ലിസണിങ് ആക്റ്റീവ്ലി ഓൾസോ ഹെൽപ്സ് ഇൻ carrying on a pleasurable conversation. സോ അല്ലെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നത് അല്ലെ എന്ത് ചെയ്യും ഒരു അല്ലെ ആക്റ്റീവ് നല്ലൊരു ഹാപ്പി കൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. സോ അല്ലെ സംസാരിക്കുന്ന ആൾക്കും എന്തുണ്ടാവും നമ്മളോട് പറയാൻ നല്ല അല്ലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. Other common topics to continue a conversation are weather, food, places, current affairs, etc. So നമ്മൾ പറഞ്ഞ പോലെ അല്ലെ വെതർ അല്ലെ അന്തരീക്ഷം ഭയങ്കര ചൂടാണല്ലോ അല്ലെങ്കിൽ മഴയാണല്ലോ അല്ലെ എന്നൊക്കെ പറഞ്ഞ് വരാം. അല്ലെങ്കിൽ ഫുഡിനെ പറ്റിയല്ലേ പറയാം, ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ആവുമ്പോൾ അല്ലെ എസ്പെഷ്യലി ഫുഡിനെയൊക്കെ പറ്റി പറയാം. പിന്നെ പ്ലേസസിനെ പറ്റി പറയാം അല്ലെ, കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയാം,
ബി സെൻസിറ്റീവ് ടു ദി കൾച്ചറൽ ഡിഫറൻസസ് വൈൽ ചൂസിങ് എ ടോപ്പിക്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ, ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. അവസാനമല്ലേ, സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അടിയാവാൻ പാടില്ല എന്നുള്ളതാണ്. സോ രാഷ്ട്രീയമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് എല്ലാം ശ്രദ്ധയോടെ വേണം നമ്മൾ അല്ലെ, ആളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി വേണം എടുത്തിടാനായിട്ട്, അല്ലെങ്കിൽ അത് അവസാനം പ്രശ്നം ഉണ്ടാവും. Personal questions about family or marital status are acceptable in some Asian countries, but not in many European countries. So personal questions about family, marital status, ഇതൊക്കെ ഏഷ്യൻ കൺട്രീസിൽ അല്ലെ ആണെങ്കിലും ഓക്കെയാണ്. ഇവിടെ യൂറോപ്പിൽ പോയിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. സോ ഓരോരോ പ്ലേസിലുള്ളവർക്ക് ഓരോരോ ടൈപ്പ് ഇൻട്രസ്റ്റ് ആണ്. In many European countries, it is common to discuss politics or the economy, but not one's financial status. So രാഷ്ട്രീയ കാര്യങ്ങളും അല്ലെ സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് യൂറോപ്പിലെ ആൾക്കാർ. ബട്ട് അവർക്കല്ലേ സ്വന്തം പൈസയുടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യം പറയുമ്പോൾ അവരല്ലേ അതിൽ അവരത്ര ഇൻട്രസ്റ്റ് ഉള്ളതല്ല. അല്ലെ എന്റെ കാര്യം എനിക്ക് എത്ര അല്ലെ എക്കണോമിക്കലി ഞാൻ എത്ര സൗണ്ട് ആണ് അല്ലെ എന്നുള്ളത് കാര്യം അവര് പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്തവരാണ്. Compliments for physical attributes, particularly given to a woman by a man, may be offensive in some cultures. So, like compliments for physical attributes. ഒരു മാൻ അല്ലെ ഒരു പുരുഷൻ എന്ത് ചെയ്യാം, ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെ അവരുടെ വസ്ത്രവും അവരുടെ അല്ലെ സ്റ്റൈലും സൗന്ദര്യവും ഒക്കെ പറയുന്നത് ചില കൺട്രീസിലല്ലേ, എസ്പെഷ്യലി നമ്മളല്ലേ ഒരു ഇസ്ലാം കൺട്രീസിലൊക്കെ ആകുമ്പോൾ അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. Probing questions about one's religion, political leanings, or any controversial topics may lead to arguments and dampen a conversation. So ഒരാളുടെ അല്ലെ മതത്തെ ഒക്കെ പറ്റി പറയുന്നത് അല്ലെ വളരെ ഹേർട്ടിംഗ് ആയിട്ടല്ലേ വരും അവസാനം. പൊളിറ്റിക്കൽ ലീനിങ്സ് അല്ലെ, ഒരാളുടെ സ്വന്തം പൊളിറ്റിക്കൽ ലീനിങ്സ് അല്ലെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ അല്ലെ എന്ത് ചെയ്യാ, പൊക്കി പറയുക അല്ലെ, മറ്റേതിനെ താഴ്ത്തി കെട്ടുക, ഇങ്ങനെയുള്ളതൊന്നും നമ്മളെ അല്ലെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ഒന്നും എടുക്കാൻ പാടില്ല അല്ലെ. സോ അങ്ങനെയുള്ളത് എന്ത് ചെയ്യും, ഒരു ഡാമ്പനെ കോൺവെർസേഷൻ, ഒരു അല്ലെ ചെറു സംഭാഷണം അല്ലെ നമ്മുടെ ആ ഒരു കോൺവെർസേഷനെ തന്നെ തകർത്ത് കളയുമെന്നുള്ളതാണ്. അവോയ്ഡ് സച്ച് ടോപ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യല്ല, അങ്ങനെയുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അക്കോർഡിംഗ് ടു എസ്സേയിസ്റ്റ് ജോർജ് മഗ്ഗി, our illness and operations are not something to be offered gratuitously to friends at a conversation time. സോ നമ്മുടെ ജോർജ് മഗ്ഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ, ഫേമസ് പേഴ്സൺ, അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അല്ലെ ഇൽനെസ്സും ഓപ്പറേഷൻസും എന്താണ്, ആർ നോട്ട് സംതിങ് അല്ലെ ടു ബി ഓഫർഡ് ഗ്രാറ്റുitously ടു ഫ്രണ്ട്സ് അറ്റ് എ കോൺവെർസേഷൻ ടൈം. സോ ഗ്രാറ്റുitously എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാറ്റുitously മീൻസ് ഫ്രീലി അല്ലെ, വെറുതെ എന്നുള്ളതാണ്. സോ നമ്മളെ അല്ലെ അസുഖത്തെ പറ്റിയോ അല്ലെ ഇൽനെസ്സിനെ പറ്റി നമ്മളെ അല്ലെ അങ്ങനെ ഒരു കോൺവെർസേഷനിലല്ലേ പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു കോൺവെർസേഷനെ ബോറാക്കി മാറ്റും എന്നുള്ളതാണ്. Whatever topic you or the other person chooses to talk about, it is advisable not to stretch the conversation for too long to keep it engaging. So എന്ത് ചെയ്യാ, എന്ത് ടോപ്പിക് ഡിസ്കസ് ചെയ്താലും അല്ലെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒരുപാടല്ലേ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ വേറൊരു ടെക്നിക്ക്. സോ അല്ലെ സംസാരിക്കാം ഏതിനെങ്കിലും പറ്റിയല്ലേ, ബട്ട് അത് ഒരുപാട് നീണ്ട ഒരു ടോക്ക് ആവാൻ പാടില്ല. വി ആർ അല്ലെ ടോക്കിംഗ് അബൌട്ട് സ്മോൾ ടോക്ക്. Remember, small talk is for socializing and not to discuss a serious issue or argue about something. അല്ലെ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് നമ്മളല്ലേ ഒരു ആളുകളെ കാണുമ്പോൾ അല്ലെ ആ ഒരു ഇന്ററാക്ഷൻ അല്ലെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലാതെ അല്ലെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്ല എന്ത് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത്. ആളുകളായിട്ടുള്ള ബന്ധമല്ലേ നമ്മളെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാറില്ലേ. സോ ആ ഒരു രീതിയിലുള്ള ഒരു ടോക്കാണ് എന്ത് സ്മോൾ ടോക്ക്.
Small talk is supposed to be light and casual. Keep it that way by changing topic at the right time. So അല്ല എന്താണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെ കാഷ്വൽ ആയിട്ടുള്ള ടോക്കാണ് സ്മോൾ ടോക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് അതിന്റെ വഴിയെ അല്ല അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അല്ല ലോങ് ആക്കി മാറ്റാൻ പാടില്ല. However, be tactful while doing this. അല്ല എന്ത് ചെയ്യണം, നമ്മളെ ടാക്ട്ഫുൾ ആയിരിക്കണം അല്ലെ. We should be skillful in handling topics. Changing topics too often or before the other person has a say could be annoying. സോ എന്ത് ചെയ്യുക, എന്ന് വെച്ച് അല്ലേ ഒരു കോൺവെർസേഷനിൽ വരുമ്പോൾ നമ്മളല്ലേ ഒരുപാട് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ബോറാണ് അല്ല. പിന്നെ അടുത്ത ആൾക്ക് പറയാൻ എന്താണ് ഉള്ളത് എന്നുള്ളത് കേട്ടിട്ട് വേണം നമ്മൾ വേറൊരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാൻ. അല്ലാണ്ട് അല്ലേ എന്താവാൻ പാടില്ല, ഒരു അല്ലെ ഒറ്റയാൾ പട്ടാളം പോലെ ഇങ്ങനെ പോവാൻ പാടില്ല അല്ലെ. യു ഹാവ് ടു ലിസൺ ടു ദി അതർ പേഴ്സൺ അല്ലെ, വാട്ട് ദ പേഴ്സൺ ഹാസ് ഗോട്ട് ടു സേ ഓൺ ദി ടോപ്പിക് അല്ലെ. ദാറ്റ് ഓൾസോ റിയലി മാറ്റേഴ്സ് അല്ലെ ഹിയർ. So just listen to the person's interest on the topic and then after listening to him you proceed to the next topic. But എന്ത് ചെയ്യാൻ പാടില്ല, don't discuss too much topics in one small talk. ഒരു സ്മോൾ ടോക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പാടില്ല. A good conversation involves equal participation of both the participants. So നല്ല സംഭാഷണം എന്തായിരിക്കും, രണ്ടാൾക്കാരും ഒരുപോലെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അല്ലാണ്ട് ഒരാൾ മാത്രം പറയുക ഒരാൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അത് അട്ട ബോറിംഗ് ആയിരിക്കും. So one should look for opportunities to take a turn and also recognize when another person is seeking to take a turn. സോ ഒരാൾ എന്ത് ചെയ്യണം, കേൾക്കുന്ന ആളല്ലേ, മറ്റേ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് മനസ്സിലായല്ല അയാൾക്ക് ആ ചാൻസ് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യുക, പരസ്പരം അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്നുള്ളതാണ്. If one partner is too reserved, the other person has the responsibility to ask questions that engage her or him to the speak. സോ മറ്റേ ആളല്ലേ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാം, അങ്ങനെ അയാളെ എൻഗേജ് ചെയ്യിക്കാം. അല്ലെങ്കിൽ എന്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. സോ അയാളുടെ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ എൻകറേജ് ചെയ്യാം സംസാരിക്കാനായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്. Holding the ball for too long or interrupting the other person without listening to them are the signs of poor conversations. സോ എന്ത് ചെയ്യുന്നത്, ഒരുപാട് സമയമല്ലേ നമ്മൾ തന്നെ സംസാരിക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത്, ഹോൾഡിംഗ് ദ ബോൾ ഫോർ ടു ലോങ് അല്ലെ. നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ആളെ സംസാരിക്കാൻ വിടാതെ വെക്കുന്നത് ഒരു ബാഡ് കോൺവെർസേഷൻ ആണ് അല്ലെ. പിന്നെ എന്താണ്, അവരെ കേൾക്കാതെ, അവര് പറയാനുള്ളത് കേൾക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. However, interrupting to seek clarifications or adding one's point after one speaker has finished speaking enhances the effectiveness of a conversation. ബട്ട് നിങ്ങൾക്കല്ലേ അയാൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തില് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യാം, അതിനുശേഷം അയാൾ ഫിനിഷ് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് പറയാം. Trying to prove oneself right or moralizing should also be avoided in small talk. സോ സ്വയം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല അല്ലെ. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല മോറലൈസ് ചെയ്യാൻ പാടില്ല അല്ലെ. എന്ത് ചെയ്യാൻ അതാ പറഞ്ഞത് ഞാൻ പറയാം എന്റേതാണ് ശരി നിങ്ങളുടെ തെറ്റ് എന്നുള്ള രീതിയിൽ ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യം നല്ലതല്ല അല്ലെ. കാരണം എസ്പെഷ്യലി രണ്ട് സംസ്കാരങ്ങളിൽ പെടുന്ന ആളാവുമ്പോൾ ആ ഒരു മോറൽ ഐഡിയ ഓഫ് മൊറാലിറ്റി വിൽ ബി സദാചാരം നല്ലത് എന്ത് ചീത്ത എന്ത് എന്നുള്ളത് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ജനറലായിട്ട് ഒരു ലെവലിൽ വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. It is all right to ask or comment about the other person's salary and marital status in small talk. സോ സ്മോൾ ടോക്കിൽ എന്തില്ല ഒരു നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മോൾ ടോക്കിലല്ലേ നമുക്ക് സാലറിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരാളുടെ അയാൾ വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതനല്ലയോ മാരീഡ് ആണോ അല്ലെങ്കിൽ അൺമാരീഡ് ആണോ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ബട്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം
ഇതൊക്കെ സംസാരിക്കാൻ. ആരോട് അല്ലെ സംസാരിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. One can talk about one's interest during small talk even when the other person may not have the same interest. അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ആൾക്കല്ലേ നിങ്ങളുടെ അതേ ഇൻട്രസ്റ്റ് അല്ല എങ്കിലും അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെ. ബട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ മാത്രം ഒരു ടോക്കിനെ കൊണ്ടുപോകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. Listening to others helps is in continuing a good conversation. Listening to others helps in continuing a good conversation. അല്ലെ, സോ മറ്റുള്ളവരെ കേൾക്കുന്നതല്ലേ, അടുത്ത ആള് പറയുന്നത് എന്താണെന്ന് അല്ലെ ശ്രദ്ധയോടെ കേട്ടാലല്ലേ അതെന്താവും, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കൺവെർസേഷൻ ആക്കി നമുക്ക് കൊണ്ടുപോവാം. അല്ലെങ്കിൽ അല്ലേ നിങ്ങൾ മാത്രം സംസാരിച്ച് ഒരാൾ മാത്രമല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, അയാൾക്കും ബോറാണ് അല്ലേ, നിങ്ങൾക്കും അതൊരു തരം അല്ലെ ബോറൻ ആക്ടിവിറ്റി ആണ്. ബിക്കോസ് അല്ലെ ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. Some topics are considered safe to talk about in all cultures. അല്ലെ, ചില ടോപ്പിക് ഉണ്ട് എല്ലാ സംസ്കാരം ഏത് എവിടെ പോയാലും നമുക്ക് പറയാൻ പറ്റുന്ന ടോക്ക് അല്ലെ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ. വെതർ അല്ലെ, അറ്റ്മോസ്ഫിയർ, മഴയാണോ അല്ലെ വെയിലാണോ, അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് നമ്മൾ അല്ലെ ആരെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സേഫ് ടോപ്പിക് അല്ലെ. സോ അങ്ങനെയുള്ളത് നമുക്ക് എല്ലാ കൾച്ചറിലും അല്ലെ എവിടെയാണെങ്കിലും അത് പറയാം എന്നുള്ളതാണ്. While talking to our friends, we cannot talk about anything including our illness. സോ അല്ലെ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെ നമുക്ക് അസുഖത്തെ പറ്റിയൊക്കെ പറയാം. അല്ലാതെ സ്ട്രേഞ്ചേഴ്സിന്റെ മുമ്പിൽ പോയിട്ടില്ലേ അസുഖത്തെ പറ്റിയൊക്കെ കോമൺ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ ഇറ്റ് ഈസ് റിയലി ബോറിങ് അല്ലെ. ആ ഒരു പേഴ്സണെ എന്ത് ചെയ്യും, ഡള്ളാക്കി മാറ്റുകയുള്ളൂ അങ്ങനെയുള്ള ടോക്ക്. We should keep on changing the topic in small talk to keep it interesting. So നമ്മളല്ലേ ഒരു സ്മോൾ ടോക്കില് ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. ബട്ട് എന്ത് ചെയ്യാനും പാടില്ല, ഓവർ ആയിട്ടല്ലേ കുറെ ടോപ്പിക്സ് എടുത്തിടാനും പാടില്ല എന്നുള്ളതാണ്. We should not engage in a serious or controversial discussions in small talk. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സീരിയസ് ആയിട്ടുള്ള അല്ലെ ഡിസ്കഷൻ, ഒരു ഡിബേറ്റിനെങ്ങാനും പോയ പോലെ അല്ലെ വാഗ്വാദം ഉണ്ടാക്കുന്ന പോലെയുള്ള അല്ലെ ചൂട് പിടിച്ച ചർച്ച ഒരു സ്മോൾ ടോക്കിൽ പാടില്ല അല്ലെ. അവിടെ നമ്മള് ഒരാളുമായിട്ടല്ലേ ഞാനും അല്ലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്നുള്ള അല്ലെ കാര്യം അയാളെ അല്ലെ മനസ്സിലാക്കി ജസ്റ്റ് ഒരു അല്ലെ സോഷ്യൽ ഇന്ററാക്ഷൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭയങ്കര ഡിസ്കഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെ ടോപ്പിക്സ് വേണ്ട അല്ലെ, ഭയങ്കര വൈരുദ്ധ്യം ഉണ്ടാക്കുന്ന അല്ലെ പ്രശ്നം ഉണ്ടാക്കുന്ന പൊളിറ്റിക്സ് പോലെയല്ല അല്ലെ കാര്യങ്ങള് സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. If a partner in a small talk does not talk, the other partner should talk more to sustain the conversation. സോ അല്ലെ രണ്ടാളുകളിൽ ഒരാൾ അല്ലെ അധികം സംസാരിക്കാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലെ അയാളെക്കാളും കുറച്ചധികം സംസാരിക്കാൻ ശ്രമിക്കാം അല്ലെ. അയാളുടെ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അല്ലെ അയാളെ അതിലേക്ക് എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. One should not interrupt the other person at all. സോ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി അല്ലെ ഇന്ററപ്റ്റ് ചെയ്ത് അല്ലെ നിങ്ങളെ കാര്യം പറയാൻ ശ്രമിക്കുന്നത് ബോറായിരിക്കും. Taking turns to talk is an essential part of small talk. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ എന്ത് ചെയ്യാ, ഒരാള് അല്ലെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ആള് പറയാ അല്ലെ, പിന്നെ അടുത്ത ആൾക്ക് പറയാൻ സമയം കൊടുത്തിട്ട് അല്ലെ ആദ്യത്തെ ആള് സംസാരിക്കുക. സോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ എന്ത് ചെയ്യാ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളതും ഒരു വലിയ ഫാക്ടറാണ്. സോ നമ്മളതിലേക്ക് ഒരു ടോക്ക് ഇനീഷ്യേറ്റ് ചെയ്തു, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യണം അല്ലെ, എങ്ങനെ അത് അവസാനിപ്പിക്കാം എന്നുള്ളത്. Any of the participants can close the conversation after a few minutes. So കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം conversation അവസാനിപ്പിക്കാം. You may indicate your intention of closing a conversation by restating something you found interesting in the conversation, or by stating you have to go and adding that you enjoyed the chat. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺവെർസേഷൻ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ് എന്നുള്ളത് അല്ലെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം റീസ്റ്റേറ്റിംഗ് സംതിങ് യു ഫൗണ്ട് ഇൻട്രസ്റ്റിംഗ് അല്ലെ, നിങ്ങൾ മുമ്പേ പറഞ്ഞ എന്തെങ്കിലും അല്ലെ എടുത്ത് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം അത് അല്ലെ നല്ലൊരു സംഭാഷണം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ അല്ലെ നമുക്കത് അവസാനിപ്പിക്കാം.
എന്താ കൺവെർസേഷൻ ഓർ ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് യു ഹാവ് ടു ഗോ അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയാം, എനിക്കല്ലേ കുറച്ച് അവിടെ വരെ പോകാനുണ്ട് അല്ലെ, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലെ മെല്ലെ അത് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ, നിങ്ങൾ എൻജോയ് ചെയ്തു ആ ഒരു ടോക്ക് അല്ലെ, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. The other person takes the hint and takes leave by saying bye. ഓക്കെ അല്ലെ, ശരി എന്ന് പറഞ്ഞ അതർ പേഴ്സൺ എന്ത് ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള സമയത്ത് അല്ലെ അയാളെ പോകാൻ അനുവദിക്കണം അല്ലെ, ബൈ അല്ലെങ്കിൽ സി യു ലേറ്റർ അല്ലെ, അല്ലെങ്കിൽ ഹോപ്പ് ടു മീറ്റ് യു അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ടാസ്ക് 3 കൊടുത്തിട്ടുണ്ട്, അത് കേട്ട് അല്ലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് ടേക്ക് പേജ് നമ്പർ 112 112 എടുക്കാം. സോ നോക്കി അവിടെ അല്ലെ കോൺവെർസേഷനെ പറ്റിയാണ് പറയുന്നത് അല്ല, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. സോ എന്താണ്, ഫസ്റ്റ് കോൺവെർസേഷൻ ഈസ് ബിറ്റ്വീൻ 2 strangers ആണ്. So during small talk with a stranger, it is not common to share or discuss personal information relating to work, nor is it appropriate to talk about one's marital status or salary. So strangers-നോട് സംസാരിക്കുമ്പോൾ നമ്മളല്ലേ നമ്മുടെ എന്ത് പറയേണ്ട ആവശ്യമില്ല, പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെ കൂടുതലായിട്ട് വെളിപ്പെടുത്തേണ്ട കാര്യം ഇല്ല അല്ല. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞതാണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ സാലറി എത്രയാണ്, ഇതൊന്നും അല്ല അവിടെ വിവരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. കോമൺ ഇൻട്രസ്റ്റ് ഉള്ള വല്ലതും പറഞ്ഞാൽ മതി. പാസിംഗ് ക്രിട്ടിക്കൽ കമന്റ്സ് ലൈക്ക് why do you have to go by bus are also not acceptable in small talk with strangers. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നമ്മളല്ലേ ഇങ്ങനെ അധികാരത്തിൽ സംസാരിക്കല്ലേ, എന്തിന് ബസ്സിൽ പോകണം, നിങ്ങൾക്കല്ലേ കാറ് പിടിച്ചു പോയിക്കൂടെ എന്നുള്ള രീതിയിലുള്ള അല്ലെ ആ ഒരു ഉപദേശത്തിന്റെ രീതിയിലുള്ള ടോക്കൊന്നും അവിടെ നല്ലതല്ല. ഇനി കോൺവെർസേഷൻ 2 എന്താണ്? കോൺവെർസേഷൻ 2 is between 2 strangers traveling by train. അല്ലെ, ഇനി 2 strangers ഒരുമിച്ച് ട്രെയിനിൽ പോകുമ്പോഴുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Talking to strangers about their relationships is too personal to be accepted. സോ അല്ലെ ആളുകളുടെ റിലേഷൻഷിപ്സ് ഇതിനെപ്പറ്റി അല്ല അവരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ല അതിൽ കയറി അഭിപ്രായം പറയുന്നത് വളരെ ബോറായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. Though in the Indian society, people sometimes ask a general question about one's family. So ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലല്ലേ അങ്ങനെ ഫാമിലിയെ പറ്റിയൊക്കെ നമ്മൾ ജനറൽ ആയിട്ടുള്ള വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചെന്ന് വരും. Speaker 2 suggests that she wants to end the conversation by saying, I don't like to read. അല്ലെ, സോ നിങ്ങളല്ലേ വായന ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ആ ടോപ്പിക് വിടുന്നതാണ് നല്ലത്. Speaker first does not take the hint and starts another topic. This is rude. സോ അല്ലെ സ്പീക്കർ രണ്ടാമത്തെ ആള് അത് കേൾക്കാതെ അല്ലെ പിന്നെയും റീഡിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, റീഡിങ് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ നമുക്കത് ഒരു ബോറൻ കോൺവെർസേഷൻ ആയിട്ട് മാറും. കോൺവെർസേഷൻ 3 is between 2 colleagues. മൂന്നാമത്തെ കോൺവെർസേഷൻ 2 അല്ലെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ളതാണ്. Paul dominates the conversation without giving Rosie an opportunity to respond to him. So Paul and Rosie ആണ് ആ ഒരു കോൺവെർസേഷനിൽ ഉള്ളത് അല്ലെ. സോ പോൾ എന്ത് ചെയ്യാണ് ആ ഒരു കോൺവെർസേഷൻ അല്ലെ എടുത്ത് സ്വയം അല്ലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, റോസിക്ക് ഒരു ചാൻസും കൊടുക്കാണ്ട്. He goes on talking about the resort even when Rosie says that she will spend the weekend doing her chorus. അല്ലെ, സോ റോസിക്കല്ലേ വേറെ ടോപ്പിക്ക് പറയണമെന്നാണ് ആഗ്രഹം, ബട്ട് ഇയാൾ എന്ത് ചെയ്യാണ് ആ ഒരു റിസോർട്ടിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതെന്താണ് ഒരു വൺ പേഴ്സൺ അല്ലെ ഡോമിനേറ്റിംഗ് ടോക്ക് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് അല്ലെ സോഷ്യൽ കോൺവെർസേഷൻ. Secondly, he does not take the cue that Rosie wants to end the conversation. അല്ലെ, സെക്കൻഡ് ആയിട്ടല്ലേ റോസിക്ക് ആ ഒരു കോൺവെർസേഷനിൽ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കാതെ അയാൾ എന്ത് ചെയ്യാണ് ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ കണ്ടമാനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതും എന്താണ്, ഇറ്റ്സ് എ ബാഡ് ടെൻഡൻസി. നെക്സ്റ്റ് ആയിട്ട് നോക്കുക, അണ്ടർസ്റ്റാൻഡിങ് ദ മൂവ്സ് ഇൻ എ സ്മോൾ ടോക്ക്.
There are identifiable segments or moves made by the participants in a conversation. Read the analysis of a conversation to understand these moves. സോ അല്ലെ എന്തുണ്ടാവും, ഒരു അല്ലെ കോൺവെർസേഷനിൽ വ്യത്യസ്തമായ മൂവ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ ഇനീഷ്യേറ്റ് ചെയ്യുക, അല്ലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അവസാനിപ്പിക്കുക എന്നൊക്കെയുള്ള അല്ലെ രീതിയിലുള്ള മൂവ്മെന്റ്സും അല്ലെ ടെക്നിക്സും ഉണ്ടാവും. സോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് താഴെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. A conversation between two acquaintances who have met at a book exhibition after a long time. So അല്ലെ എന്താണ്, രണ്ട് പരിചയക്കാർ ഒരു ബുക്ക് എക്സിബിഷനിൽ അല്ലെ ഒരുമിച്ച് വന്നപ്പോ അല്ലെ അവരെ വീണ്ടും കണ്ടപ്പോ എങ്ങനെയാണ് അല്ലെ സംസാരിച്ചത് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അല്ലെ അവിടെ അവർ ഉപയോഗിച്ച ആ ഒരു സ്റ്റെപ്സ് അല്ലെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് പേഴ്സൺ അല്ലെ ഒരാളെ നെയിം ഡേവിഡ് എന്നാണ് അല്ലെ. സെക്കൻഡ് പേഴ്സൺ ഈസ് സുധീർ അല്ലെ. സോ ഫസ്റ്റ് ഡേവിഡ് അല്ലെ എന്ത് ചെയ്യും, ആ ഒരു പേഴ്സണെ അല്ലെ എന്താ പറയുന്നത് നോക്കി. ഹലോ സുധീർ, വാട്ട് ഈസ് സർപ്രൈസ്, ഐ എം സീയിങ് യു ആഫ്റ്റർ എ ലോങ് ടൈം അല്ലെ. സോ അല്ലെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെ അവിടെ എന്താ താഴെ കൊടുത്ത് നോക്കി. ഗ്രീറ്റിംഗ് ദ അതർ പാർട്ടിസിപ്പന്റ് ആണ് ഇനീഷ്യേറ്റിംഗ് ദ കോൺവെർസേഷൻ അല്ലെ. അയാള് ഗ്രീറ്റ് ചെയ്യാന് അല്ലെ പിന്നെ കോൺവെർസേഷൻ തുടങ്ങാണ് അല്ലെ. ഹലോ സുധീർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സുധീർ എന്ന് പറയും, ഹലോ ഡേവിഡ്, ഹൗ ആർ യു, ഐ വാസ് ഇൻ ഡൽഹി ഓൺ ഡെപ്യൂട്ടേഷൻ ഫോർ 3 years. Where are you presently based? സോ എന്തല്ലേ സുധീർ എന്ത് ചെയ്യും, അതേ ഏറ്റിപ്പിടിച്ച് അല്ലെ അത് മനസ്സിലാക്കി അല്ലെ റിപ്ലൈ ചെയ്യും. അതേ അല്ലെ ഒരു ഹാപ്പി ടോണില് ഹലോ എന്ന് പറഞ്ഞല്ലേ. സോ ഞാനല്ലേ ഡൽഹിയിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. Responding to the greeting and the question asked, and asking a question to continue the conversation അല്ലെ. അയാൾ എന്ത് ചെയ്തു, where are you presently based എന്ന് പറഞ്ഞല്ലേ ആ ഒരു ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മുടെ അല്ലെ ഡേവിഡിനെ എൻകറേജ് ചെയ്ത് അല്ലെ മനസ്സിലാക്കി സംസാരിക്കുക. അപ്പൊ ഡേവിഡ് എന്ത് പറയും, ഐ എം വർക്കിംഗ് വിത്ത് എ Cambridge University Press as the sales manager of the Eastern region. So response. അപ്പൊ സുധീർ എന്ത് പറയും, സോ ഹൗ ഇസ് ദ റെസ്പോൺസ് ടു ദി എക്സിബിഷൻ. സോ സ്റ്റാർട്ടിങ് എ ടോപ്പിക് റിലേറ്റിംഗ് ടു പ്രസന്റ് സിറ്റുവേഷൻ. സോ അല്ലെ അവര് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഇനി മെല്ലെ ടോക്ക് കൊണ്ടുവരികയാണ്. അല്ലെ അപ്പൊ ഡേവിഡ് എന്ത് പറയും, ഓ ഫാന്റാസ്റ്റിക് ആസ് യൂഷ്വൽ. We try to organize interesting panel discussions with academics from various universities as well. അല്ലെ സോ നമ്മൾ അങ്ങനെയല്ലേ ഭയങ്കര ചാറ്റ് ഡിസ്കഷൻ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം അയാള് റെസ്പോണ്ടിങ് ആൻഡ് സസ്റ്റൈനിങ് ദി കോൺവെർസേഷൻ അല്ല. നമ്മുടെ സുധീർ കൊടുത്ത അല്ലെ ടോക്ക് നീട്ടിക്കൊണ്ടുപോവാൻ അല്ലെ ഡേവിഡ് ഇവിടെ ട്രൈ ചെയ്യാണ്. അല്ലെ സുധീർ എന്ത് പറയും, I'm sure these sessions are engaging. അല്ലെ അയാളും അല്ലെ എന്ത് പറയും, ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ അത് അല്ലെ കമന്റിംഗ് ടു സസ്റ്റെയിൻ ദി കൺവെർസേഷൻ. നെക്സ്റ്റ് ഡേവിഡ് എന്ത് പറയും, ആർ യു ലുക്കിംഗ് ഫോർ ബുക്സ് ഓൺ സം സ്പെസിഫിക് സബ്ജക്ട്സ്. സോ അല്ലെ ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റിൽ ബുക്ക് നോക്കുകയാണോ എന്ന് പറഞ്ഞിട്ടല്ലേ ഇനീഷ്യേറ്റിംഗ് അനദർ ടോപ്പിക്. സോ അപ്പൊ സുധീർ എന്ത് പറയും, ഹാവ് ടു ബൈ എ ഫ്യൂ ബുക്സ് ഫോർ മൈ ഡിപ്പാർട്ട്മെന്റ്. In fact, I was going towards your stall. I wanted to have a look at your new publications. So, അയാൾ എന്ത് പറയും, റെസ്പോണ്ടിങ് ആൻഡ് ആഡിങ് ഇൻഫർമേഷൻ അല്ലെ. ഞാൻ എന്തിനാ വന്നത് അല്ലെ എന്നൊക്കെ ജസ്റ്റ് അതില് അല്ലെ ആഡ് ചെയ്യാണ്. ഇവിടെ അല്ലെ ഞാൻ വന്നത് എന്താ ആവശ്യത്തിനാണ് അല്ലെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഡേവിഡ് എന്ത് പറയും, ഗുഡ് കം അലോങ് ദെൻ അല്ലെ. സോ എങ്കിൽ വരൂ അല്ലെ എന്ന് പറഞ്ഞ് ഇവര് അല്ലെ ഭയങ്കര ഇന്ററാക്ഷനിൽ വരുവാണ്. ഡേവിഡ് എന്ത് ചെയ്യും, at the stall, have a look, tell me if you need any help. So initiating next move. സുധീർ എന്ത് പറയാണ്, sure, responding. Sudhir, after some time, David, I have placed my order at the counter. Please send the books as soon as possible. So എന്ത് പറയാണ് ഡേവിഡ് അല്ലെ അവിടെ ബുക്ക് വിൽക്കാനായിട്ടല്ലേ നിൽക്കുകയാണ്. സോ അല്ലെ സുധീർ എന്ന് പറയണേ അല്ലെ എന്റെ ബുക്ക് അവിടെ കൗണ്ടറിൽ അയച്ചിട്ടുണ്ടല്ലേ, ഓർഡറിലല്ലേ കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, ബുക്ക് വേഗം എത്തിക്കണേ എന്ന് പറയാണ്. സോ ട്രാൻസാക്ഷണൽ മൂവ് ആണ് അല്ലെ. അങ്ങനെ പറയുമ്പോ എന്താണ് അല്ലെ ഞാൻ അല്ലെ പോവാൻ തുടങ്ങുകയാണ് എന്നുള്ളൊരു
അല്ല ഐ ഹാവ് ടു ഗോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവിടെ വരികയാണ്. അപ്പൊ ഡേവിഡ് എന്ന് പറയും ഡോണ്ട് വറി ദി എക്സിബിഷൻ ഈസ് ഓവർ ടുമോറോ വിത്തിൻ 2 days യു വിൽ ഗെറ്റ് യുവർ ബുക്സ്. സോ അല്ലെ എന്താണ് 2 ദിവസത്തിനകം പുസ്തകം കിട്ടുമെന്ന് പറയും സുധീർ. ഓക്കെ ദെൻ സി യു സം ടൈം അല്ലെ. അപ്പൊ അല്ലെ അയാള് ബായ് പറഞ്ഞു പോവാണ്. സിഗ്നലിംഗ് ദാറ്റ് ദ മീറ്റിംഗ് ഈസ് ഓവർ. സോ അത് മനസ്സിലാക്കി ഡേവിഡ് എന്ന് പറയും സി യു ബായ് അല്ലെ ടേക്കിംഗ് ലീവ്. സുധീറും പറയും അല്ലെ ബായ്. Now we have finished the chapter participating in small talk and social conversation. So in the next class we will come again with a new chapter.